ഉദരത്തിൽ പർവ്വതത്തിൻ്റെ അന്തർഭാഗത്തിൽ എങ്ങനെയാണോ നിർമ്മലങ്ങളായ ശിലകൾ കാണപ്പെടുന്നത്, അതുപോലെ ശൂന്യതയെ പോലെ തോന്നിക്കുന്ന അല്ലെങ്കിൽ അത്ര കണ്ട് സൂക്ഷ്മമായ ആത്മാവിൽ അതിസൂക്ഷ്മങ്ങളായ പ്രപഞ്ച ദൃശ്യങ്ങൾ പൊന്തുന്നു. അജ്ഞാനികളായ ജീവന്മാർ അവയെ സ്ഥൂലം എന്ന് കരുതുന്നു. വാസ്തവത്തിൽ ഇവിടെ സ്ഥൂലം എന്നൊന്നില്ല. സ്വപ്നത്തിനകത്ത് കാണപ്പെടുന്ന അല്ലെങ്കിൽ നമ്മൾ അനുഭവിക്കുന്ന കാഠിന്യമുള്ള പദാർത്ഥങ്ങൾ ഏതിനെങ്കിലും യഥാർത്ഥത്തിൽ കാഠിന്യമുണ്ടോ? സ്വപ്നത്തിലെ കോൺക്രീറ്റ് സ്ലാബ്, സ്വപ്നത്തിലെ ഇരുമ്പ് കൊണ്ടുള്ള മറ്റ് വസ്തുക്കൾ, അതൊക്കെ സ്വപ്നത്തിൽ കട്ടിയുള്ളവയും ഭാരമുള്ളവയുമായി തോന്നിയാലും അവയൊന്നും യഥാർത്ഥത്തിൽ ഇല്ലാത്തവയാണ്. ഇല്ലാത്ത വസ്തുവിന് എന്ത് ഭാരം, എന്ത് കാഠിന്യം, എന്ത് മാർദ്ദവം. പക്ഷേ ഇതെല്ലാം സ്വപ്നത്തിനകത്ത് നമ്മൾ അനുഭവിക്കുന്നില്ലേ? സ്വപ്നത്തിനകത്ത് വിശപ്പിനെ അനുഭവിക്കാം, സ്വപ്നത്തിലെ ആഹാരം കഴിച്ച് വിശപ്പ് മാറ്റുകയുമാവാം. ഇതെങ്ങനെ? അനുഭവം 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 അനുഭവമാണ് നമ്മുടെ പ്രമാണം. നമുക്ക് എല്ലാറ്റിനെയും അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ തീരുമാനിക്കുക. കണ്ണുകളിലൂടെയുള്ളത് ഒരു തരത്തിലുള്ള അനുഭവം, ദൃശ്യാനുഭവം. ചെവിയിലൂടെയുള്ളത് ശബ്ദം എന്ന അനുഭവം, മൂക്കിലൂടെയുള്ളത് മണം എന്ന അനുഭവം, നാവിലൂടെയുള്ളത് രുചി എന്ന അനുഭവം, ത്വക്കിലൂടെയുള്ളത് സ്പർശം എന്നുള്ള അനുഭവം. എല്ലാം അനുഭവം എന്ന ഒരു വാക്കിൽ അടങ്ങും. അപ്പോൾ ഈ പ്രപഞ്ചത്തെ മുഴുവൻ നമുക്ക് ഒരൊറ്റ വാക്കിൽ അടക്കാം: അനുഭവം. അനുഭവത്തിൻ്റെ പേരാണ് ബ്രഹ്മം. പക്ഷേ അത് നാനാത്വത്തിൻ്റെ അനുഭവമല്ല, ഏകത്വത്തിൻ്റെ അനുഭവം. ആത്മാവ് മാത്രമായി നിൽക്കുന്ന, അതെന്നും അതുമാത്രമായിട്ടാണ് നിൽക്കുന്നത്. അതിനെ ഉള്ളതുപോലെ അനുഭവിച്ചാൽ അതിൽ അതല്ലാത്ത മറ്റൊന്നും തന്നെ ഇല്ല. അതിനെയാണ് കേവലമായ അനുഭവം എന്ന് പറയുന്നത്. അബ്സല്യൂട്ട് എന്ന് ഇംഗ്ലീഷിൽ പറയും. അതിൽ അതല്ലാതെ മറ്റൊന്നുമില്ല. അതിൽ മായം ചേർന്നിട്ടില്ല, മായ കലർന്നിട്ടില്ല. മായ തന്നെയാണ് മായം. ഭക്ഷ്യവസ്തുക്കളിൽ മായം കലർക്കുന്നു, അഡൾട്ടറേഷൻ എന്ന് നമ്മൾ പറയും. ഈ അഡൾട്ടിനും അഡൾട്ടറേഷനും തമ്മിൽ ഒരു ബന്ധവുമില്ല. ഹസ്ബൻഡിനും ഹസ്ബൻഡറിക്കും തമ്മിൽ ഒരു ബന്ധവുമില്ല. ഹസ്ബൻഡ് ഭർത്താവ്, ഹസ്ബൻഡറി, ആനിമൽ ഹസ്ബൻഡറി ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറഞ്ഞാൽ മൃഗസംരക്ഷണ വകുപ്പ് എന്നാണ് അർത്ഥം. ഈ ഹസ്ബൻഡിനെ മൃഗം പോലെ കാണുന്നത് കൊണ്ടാണോ എനിക്കറിയില്ല. ഹസ്ബൻഡിനും ഹസ്ബൻഡറിക്കും ഒരു സംബന്ധവുമില്ല. ഇങ്ങനെ ചില വാക്കുകളുണ്ട്. ഷിപ്പിനും ഷിപ്മെൻറ്റിനും തമ്മിൽ ഒരു ബന്ധവുമില്ല. കപ്പലിൽ വരുന്ന ചരക്കിന് ഷിപ്മെൻ്റ് എന്നല്ല പറയുന്നത്, കാർഗോ എന്നാണ് പറയുന്നത്. പക്ഷെ കാറിനും കാർഗോയ്ക്കും തമ്മിൽ ഒരു ബന്ധവുമില്ല. ഇത് ഇംഗ്ലീഷ് ഭാഷയുടെ ഒരു സവിശേഷതയാണ്. പാർക്ക് വേ എന്ന് പറയും. അതുപോലെ വേറൊരു വാക്കുണ്ട്. പാർക്ക് വേയിൽ പാർക്ക് ചെയ്യാൻ പറ്റില്ല. പാർക്ക് ചെയ്യുന്ന സ്ഥലത്തിന് വേറെന്തോ ഒരു വേ എന്ന് പറയും, വണ്ടികൾ പാർക്ക് ചെയ്യുന്നതിന്. ഇടയ്ക്ക് ഞാനൊരു വാട്സപ്പിൽ കണ്ടതാണ്, ഫോട്ടോ ആയതുപോലെ. അതായത് വാക്കുകൾ അർത്ഥഭ്രമം ഉണ്ടാക്കും. അതാണോ എന്ന് തോന്നും. അങ്ങനെ ധാരാളം വാക്കുകൾ ഇംഗ്ലീഷിലുണ്ട്. ഒരക്ഷരം മാറിക്കഴിഞ്ഞാൽ വേറൊരു വാക്കാകും. അപ്പോൾ സ്വച്ഛമായ ആത്മാവിൽ, ആകാശം പോലെ സൂക്ഷ്മമായ ആത്മാവിൽ അനന്തകോടി ബ്രഹ്മാണ്ടങ്ങളുടെ അനുഭവം ഉണ്ടാകുന്നു. അതൊന്നും അവിടെ വാസ്തവത്തിൽ ഉള്ളത് കൊണ്ടല്ല. ഭ്രമത്തെ ജീവന്മാർ സത്യമെന്ന് കരുതുന്നു. അത് ഭ്രമമാണ് എന്ന് തിരിച്ചറിഞ്ഞാൽ ആത്മജ്ഞാനമായി. പ്രപഞ്ചത്തെ സത്യമെന്ന് കരുതുന്നത് അജ്ഞാനം. പ്രപഞ്ചം മിഥ്യയാണ്, ആത്മാവ് മാത്രമേ സത്യമായിട്ടുള്ളൂ എന്ന് സാക്ഷാത്കരിക്കുന്നത് ജ്ഞാനം. ഇത്രയേ ഉള്ളൂ ജ്ഞാനത്തിനും അജ്ഞാനത്തിനും തമ്മിലുള്ള വ്യത്യാസം. ഒരു ചെറിയ തലനാരിഴയുടെ വ്യത്യാസമേ ഉള്ളൂ. ഞാൻ
വ്യക്തിയാണ് എന്ന് കരുതിയാൽ അവിദ്യ, അജ്ഞാനം. ഞാൻ ബ്രഹ്മമാണ് എന്ന് അനുഭവിച്ചാൽ ജ്ഞാനമായി. ഇത്രയേ ഉള്ളൂ. ഞാൻ ഭാവം കള്ളമാണെന്ന് അറിയുമ്പോഴാണ് ഒരാൾക്ക് താൻ ഭാവത്തിൽ നിൽക്കാൻ പറ്റുന്നത്. താൻ എന്ന വാക്ക് ആത്മാവിനെയാണ് സൂചിപ്പിക്കുന്നത്. ഞാൻ ഭാവത്തിൽ നിന്ന് താൻ ഭാവത്തിൽ നിൽക്കുക എന്ന് പറഞ്ഞാൽ വ്യക്തിത്വത്തെ വിട്ടിട്ട് സമഷ്ടിയിൽ എല്ലാമായി തീർന്നിരിക്കുന്ന ആ ഏക വസ്തുവിൽ നിലയുറപ്പിക്കുക. അത് ജ്ഞാനം. വ്യക്തിഭാവത്തിൽ നിന്നാൽ അത് അഹങ്കാരം. ആ അവസ്ഥയാണ് അവിദ്യ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇപ്പോൾ അതിസൂക്ഷ്മമായ ആത്മതത്വത്തിൽ അതിസൂക്ഷ്മമായ പ്രപഞ്ചം ഉള്ളതുപോലെ കാണപ്പെടുന്നു. അതിനെ സ്ഥൂലം എന്ന് കരുതുന്നത് ജീവന്മാർ അവിദ്യയ്ക്ക് വശംവദരായതുകൊണ്ടാണ്. അപ്പോൾ അവിദ്യയാണ് പ്രപഞ്ചത്തിന് സത്യത്വം പകരുന്നത്. ആ അവിദ്യ അതൊരെണ്ണം, ആ ഒറ്റ ഒരെണ്ണം നശിപ്പിക്കപ്പെട്ടാൽ സകല പ്രശ്നങ്ങളും തീരും. പക്ഷേ അത് അത്ര പെട്ടെന്ന് നശിപ്പിക്കാൻ പറ്റുന്ന ഒന്നല്ല. എളുപ്പമാണ്, വളരെ ലളിതമാണ്, ഒരു പ്രയാസവുമില്ല എന്നൊക്കെ ജ്ഞാനികൾ സുസുഖം കർത്തുമവ്യയം എന്ന് ഭഗവാൻ ശ്രീകൃഷ്ണൻ തന്നെ പറഞ്ഞാലും അണ്ടിയോടടുക്കുമ്പോൾ അറിയാം മാങ്ങയുടെ പുളി. ഇത് വളരെ എളുപ്പമാണ് എന്നുള്ളത് നമുക്ക് ഉത്തേജനം പകരാൻ വേണ്ടിയാണ്. ഉറപ്പ് വന്നു കഴിഞ്ഞു, ഇനി 10 അടി കൂടെ അങ്ങോട്ട് പോയാൽ മതി. നമ്മളിവിടെ കിടന്ന് മൂക്കൊണ്ട് ക്ഷമ തവ ഇറ എല്ലാം വരയ്ക്കുന്നത്. ഇറ ഇല്ല, ടായേ ഉള്ളൂ. ഇറ എന്ന് നമ്മൾ പറയാറില്ല. റായുടെ താഴെ വേറൊരു റാ കൂടെ എഴുതിയാൽ ഇറ എന്നല്ല എഴുതും. 2 താ എഴുതിയാൽ ഇത്ത, 2 നാ എഴുതിയാൽ ഇന്ന, പായുടെ താഴെ പാ എഴുതിയാൽ ഇപ്പ, റായുടെ താഴെ റാ എഴുതിയാൽ ഇറ അല്ല, ടായാണ്. ഓരോ ഭാഷയുടെ സവിശേഷത. ഒരാൾ പത്രത്തിൽ വായിച്ചാണ് 6 കുററപ്പണികൾ, അറ്റകുറ്റപ്പണികൾ എന്നുള്ളത്. അതൊക്കെ നിങ്ങൾ കേട്ട് തഴമ്പിച്ച തരം കുറഞ്ഞ തമാശകളാണ് എന്ന് എനിക്കറിയാം. എന്നാലും അപ്പോൾ അതിസൂക്ഷ്മമായ ബോധത്തിൽ പൊന്തുന്ന സ്ഥൂലം എന്ന പോലെ കാണപ്പെടുന്ന ഈ പ്രപഞ്ചവും വാസ്തവത്തിൽ സൂക്ഷ്മം തന്നെയാണ്. ഈ സൂക്ഷ്മ പ്രപഞ്ചത്തിന് സ്ഥൂലത കൽപ്പിക്കുന്നത് അജ്ഞാനികളായ ജീവന്മാരാണ്. സ്വപ്നത്തിലുള്ള പദാർത്ഥങ്ങൾക്ക് സത്യത്വം കൽപ്പിക്കുന്നത് സ്വപ്നദ്രഷ്ടാവിൻ്റെ അജ്ഞത കാരണമായിട്ടാണ്. ഉണർന്നെഴുന്നേറ്റാൽ പൊടി പോലുമില്ല കണ്ടുപിടിക്കാൻ, മിൽക്കാന പോലെയായിപ്പോകും. ഇപ്പം ഇല്ല, വേറെ പാൽപ്പൊടിയല്ലേ ഇത്, ഇല്ലേ? പാൽപ്പൊടി എന്നുള്ളതിൽ പാല് എന്നുള്ളത് ഒഴിച്ച് ബാക്കിയെല്ലാം ഉണ്ടാവും. പൊടി ഉണ്ടാവും, പൊടിയാണ് കൂടുതൽ. പാലെന്നതിന് ശുദ്ധമായ പാലിൽ നിന്നാണ് ഇവർ പാൽപ്പൊടി ഉണ്ടാക്കുന്നത്. അവൻ്റെ തറവാട് തീറെഴുതി കൊടുക്കേണ്ടി വരും, തറവാട് വിൽക്കേണ്ടി വരും. അതിൽ പാലിൻ്റെ അംശം ഉണ്ടോ ഇല്ലയോ എന്ന് തന്നെ അറിയില്ല, ഇല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കെമിക്കലാണോ ചേർക്കുന്നത്. പാലിന് പാല് തന്നെ വേണം, ഇല്ലേ? മിൽക്ക് മെയ്ഡ് കൊണ്ട് പാൽപ്പായസം ഉണ്ടാക്കിയ അതും അകത്താക്കിയിട്ട് പോകുന്ന ആൾക്കാരുണ്ട്. മിൽക്ക് മെയ്ഡ് കൊണ്ടുണ്ടാക്കിയ പാൽപ്പായസം, കാരണം അത് വായിൽ ടേസ്റ്റ് ചെയ്യുമ്പോൾ തന്നെ, രുചിച്ച് നോക്കുമ്പോൾ തന്നെ അറിയാം ഇത് പാൽപ്പൊടി കൊണ്ടുണ്ടാക്കിയതാണല്ലേ. ഒറിജിനൽ പാലിൻ്റെ ഗുണം പാൽപ്പൊടിക്ക് ഒരിക്കലും ഉണ്ടാവുകയില്ല. അടുത്ത പദ്യം വായിക്കാം. സ്വഭാവനിഷ്ഠാസ്തിഷ്ഠന്തി തേ യദവ്യാകൃതാത്മനി മാ തിഷ്ഠന്തി തു വൈ തേ യദവ്യാവൃത്താഃ പരേ പദേ. സ്വഭാവനിഷ്ഠാഃ തിഷ്ഠന്തി, സ്വഭാവത്തിൽ നിൽക്കുന്നു അജ്ഞാനികൾ. അങ്ങനെയല്ലല്ലോ, സ്വഭാവത്തിൽ നിൽക്കുന്നവർ ജ്ഞാനികളല്ലേ. ഇവിടെ സ്വഭാവം എന്നുള്ളതിന് വേറൊരർത്ഥം പറയുകയാണ്. എന്താണ് സ്വഭാവം? സ്വഭാവ ആവൃതാത്മസ്വരൂപം തദ്ഭൂത, ആത്മാവ് ആവരണം ചെയ്യപ്പെട്ട അവസ്ഥ, അതാണ് സ്വഭാവം എന്ന് പറഞ്ഞാൽ മിക്കവാറും എല്ലാ ജീവന്മാരും ഞാൻ ആരാണ് എന്ന അറിവില്ലാതെ ആത്മാവ് മറയ്ക്കപ്പെട്ട ഒരവസ്ഥയിലാണ് കഴിയുന്നത്. അതുകൊണ്ട്
ബഹുഭൂരിപക്ഷം ജനങ്ങളുടെ സ്വഭാവം എന്ന് പറയുന്നത് അവിദ്യയാണ്. അപ്പോൾ ആത്മാവ് ആവരണം ചെയ്യപ്പെട്ട അവസ്ഥയാണ് സ്വഭാവം. ആ സ്വഭാവത്തിലാണ് മിക്കവാറും ജീവന്മാർ സ്ഥിതി ചെയ്യുന്നത്. തേ യത് അവ്യാകൃതാത്മനി. അവ്യാകൃതം എന്ന് പറഞ്ഞാൽ നാമരൂപങ്ങളായി പ്രകടമാകാത്തത്. വ്യാകൃതം വികാരം എന്നൊക്കെ പറഞ്ഞാൽ പലതിൻ്റെ തോന്നൽ, പലതായി മാറുന്ന അവസ്ഥ എന്നാണ്. നാമരൂപങ്ങൾ എന്നർത്ഥം. വികാരം എന്ന് പറഞ്ഞാൽ നാമരൂപങ്ങൾ, നാമരൂപങ്ങൾ പൊന്താത്ത അവസ്ഥ, അതാണ് അവ്യാകൃതം. ആ അവ്യാകൃതം മാത്രമേ യഥാർത്ഥത്തിലുള്ളൂ എന്ന് പറഞ്ഞാൽ ആത്മാവ് എന്നർത്ഥം. ആത്മാവ് ഒരു പരിണാമത്തിനും വിധേയമാകുന്നില്ല. യത് അവ്യാകൃതാത്മനി മാ തിഷ്ഠന്തി. യാതൊരു വികാരവും പരിണാമവും സംഭവിക്കാത്ത ആത്മാവിൽ ജീവന്മാർക്ക് നിൽക്കാൻ കഴിയുന്നില്ല. അവർ ദ്വൈതത്തിലാണ് നിൽക്കുന്നത്, അവിദ്യയിലാണ് അവരുടെ നിൽപ്പ്. മാ തിഷ്ഠന്തി തു വൈതേ യത് അവ്യാവൃത്താഃ പരേ പദേ. പരേ പദേ നിരവിദ്യേ ചൈതന്യേ. അവിദ്യയുടെ സ്പർശം പോലുമില്ലാത്ത ശുദ്ധ ചൈതന്യത്തിൽ, പരമപദത്തിൽ തു മാ തിഷ്ഠന്തി ന സന്ധ്യേവ. ഒരിക്കലും ജീവന്മാർക്ക് നിലയുറപ്പിക്കാൻ കഴിയുന്നില്ല, ആത്മസ്ഥിതി നേടാൻ കഴിയുന്നില്ല. ദ്വൈതത്തിലാണ് അവരുടെ മനസ്സും ബുദ്ധിയും കുടുങ്ങിക്കിടക്കുന്നത്. അതെന്തുകൊണ്ട്? ശ്രദ്ധയെ ആത്മാവിലേക്ക് തിരിക്കാൻ കഴിയുന്നില്ല. ശ്രദ്ധയാണ് പ്രധാനം. ശ്രദ്ധ എവിടെ? ദ്വൈതത്തിലാണ് നിങ്ങളുടെ ശ്രദ്ധയെങ്കിൽ ദ്വൈതാനുഭവം ഉണ്ടാവും. അദ്വൈതത്തിലാണ് നിങ്ങളുടെ ശ്രദ്ധ തിരിയുന്നതെങ്കിൽ ആത്മാവിനെ നിങ്ങൾ അറിയും. ഇത്രയേ ഉള്ളൂ. ശ്രദ്ധ ഏതിൽ നിൽക്കുന്നു, ഏതിനെ ആശ്രയിച്ച് ശ്രദ്ധ നിൽക്കുന്നു, അതിനനുസരിച്ച് പ്രപഞ്ചാനുഭവമോ ആത്മാനുഭവമോ ഒരാൾക്ക് ലഭിക്കും. അപ്പോൾ മിക്കവാറും ആളുകൾ ആത്മനിഷ്ഠന്മാരല്ല. ഈ ആത്മാവിൽ നിഷ്ഠ നേടുക എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? ആത്മാവിൽ നിൽക്കുക എന്ന് പറഞ്ഞാൽ എല്ലാം ആത്മാവാണ് എന്ന അറിവിൽ നിൽക്കുക. അല്ല, ആ അറിവ് എല്ലാം ആത്മാവാണെന്ന് അറിഞ്ഞിട്ടല്ലേ ആ അറിവിൽ നിൽക്കാൻ പറ്റൂ. അങ്ങനെയല്ല. എല്ലാം ആത്മാവാണെന്ന് നിരന്തരം ഉറപ്പിച്ചാണ് നമ്മൾ ആത്മജ്ഞാനം നേടുക. അപ്പോൾ അഭ്യാസത്തിലൂടെ, നിരന്തരമായ തത്വവിചാരത്തിലൂടെ ഈ ആത്മാവ് മാത്രമേ ഉള്ളൂ എന്ന് ബുദ്ധിയെ പഠിപ്പിക്കണം. അങ്ങനെ ആത്മജ്ഞാനം നേടിക്കഴിഞ്ഞാൽ നിരന്തരമായി ആ ആത്മതത്വത്തിൽ തന്നെ നമുക്ക് നിലയുറപ്പിക്കാൻ പറ്റും. അപ്പോൾ ആത്മജ്ഞാനം നേടിക്കഴിഞ്ഞിട്ട് അതിൽ നിൽക്കാമെന്ന് പറഞ്ഞാൽ പറ്റില്ല. ഇതേതുപോലെ എന്ന് പറഞ്ഞാൽ, സൈക്കിൾ ഓടിക്കാൻ പഠിക്കുക, ഞാൻ പഠിപ്പിച്ചു തരാമെന്ന് പറയുമ്പോൾ സൈക്കിൾ ഓടിച്ചാലല്ലേ സൈക്കിൾ ഓടിക്കാൻ പറ്റൂ. സൈക്കിൾ ഓടിക്കണമെങ്കിൽ സൈക്കിൾ ഓടിക്കാൻ പഠിക്കണം. എന്ന് പറഞ്ഞാൽ പല പ്രാവശ്യം താഴെ വീഴണം, പരിക്ക് പറ്റും. ഓടിച്ചോടിച്ചാണ് സൈക്കിൾ ഓടിക്കാൻ പഠിക്കുക. അഭ്യാസമാണത്. ആത്മജ്ഞാനം നേടിയിട്ട് അതിൽ നിൽക്കാം എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. ആത്മജ്ഞാനം നേടാൻ നിരന്തരമായ തത്വവിചാരത്തിൻ്റെ ആവശ്യമുണ്ട്. അങ്ങനെ നിരന്തരം തത്വം അഭ്യസിച്ച് ആത്മാവിനെ വിചാരം ചെയ്ത് ആത്മജ്ഞാനം നേടിയിട്ട് ഞാൻ അതാണ് എന്നുള്ള ഒരു നില നമുക്ക് കൈവരിക്കാം. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ചെയ്തേ പറ്റൂ. വിചാരം ചെയ്യാതെ ഒരു സുപ്രഭാതത്തിൽ ആകാശത്തിൽ നിന്നും പൊട്ടി വീഴത്തില്ല ഈ ആത്മജ്ഞാനം എന്ന് പറയുന്നത്. അത് തനിയേ വരില്ല. ജ്ഞാനം തനിയേ വരികയില്ല. വരി മറന്നുപോയി. ജ്ഞാനം പുറത്തു തനിയേ വരികില്ല, വേണം അത് കണ്ണിന് കാന്തി പോലെ. അത് അവസാനത്തെ പദ്യമാണ്. അദ്വൈത ദീപിക ആ കൃതിയിലെ അവസാനത്തെ ശ്ലോകമാണ്. ജ്ഞാനം പുറത്തു തനിയേ വരികില്ല, വേണം അതിന് കണ്ണിന് കാന്തി പോലെ. ആത്മജ്ഞാനം ഒരിക്കലും പുറത്തു നിന്ന് തനിയേ
നമ്മുടെ ഉള്ളിൽ പ്രവേശിക്കുകയില്ല. അതിനെ നമ്മൾ നിരന്തരം ചിന്തിച്ച് അഭ്യസിച്ച് അതിൽ പ്രതിഷ്ഠ നേടണം. അപ്പം നമ്മുടെ പുരുഷപ്രയത്നം, മനുഷ്യൻ്റെ പ്രയത്നം വളരെ അത്യാവശ്യമാണ്. അതില്ലാതെ ആത്മജ്ഞാനം തനിയെ പ്രകാശിക്കില്ല. പലർക്കും അങ്ങനെ ഒരു തെറ്റിദ്ധാരണയുണ്ട്. ഈ കർമ്മങ്ങളും പൂജകളും ഇതൊക്കെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരുന്ന ഒരു ദിവസം ജ്ഞാനം ഉണ്ടാവും. വരില്ല, ഉറപ്പിച്ചോളൂ. ജ്ഞാനം തനിയെ വരികയില്ല. ജ്ഞാനം അഭ്യസിക്കുന്നത് വഴി, ശീലിക്കുന്നത് വഴി, വീണ്ടും വീണ്ടും വിചാരം ചെയ്യുക വഴിയാണ് ജ്ഞാനം പ്രകാശിക്കുക. കർമ്മം ജ്ഞാനത്തിന് ഘടകവിരുദ്ധമായ ഒന്നാണ്. കർമ്മമുള്ളിടത്ത് ജ്ഞാനം ഉണ്ടാവില്ല. ജ്ഞാനമുള്ളിടത്ത് കർമ്മമാവാം. ജ്ഞാനികൾ കർമ്മം ചെയ്യാറുണ്ട്. പക്ഷേ ഈ കർമ്മികളിൽ നിങ്ങൾക്ക് ജ്ഞാനികളെ കണ്ടെത്താൻ പറ്റില്ല. കാരണം അജ്ഞതയിൽ നിന്ന് പൊന്തുന്നതാണ് ഈ കർമ്മം. ഞാൻ എന്ന ഭാവം, എനിക്ക് വലതും ചെയ്യണം, ചെയ്ത് നേടണം, പുണ്യം സമ്പാദിക്കണം, ഇതെല്ലാം ജീവൻ്റെ ആഗ്രഹങ്ങളാണ്. ജീവൻ അവിദ്യയിൽ പെട്ട് കഴിയുന്നവനാണ്. അതുകൊണ്ട് കർമ്മമുള്ളിടത്ത് ജ്ഞാനം സാധ്യമല്ല. ജ്ഞാനത്തിൻ്റെ പശ്ചാത്തലത്തിൽ കർമ്മം ചെയ്യുന്നവരാണ് ജ്ഞാനികൾ. അവർക്ക് കർമ്മം കള്ളമാണെന്ന് നല്ലതുപോലെ അറിയാം. ഒരു നാടകത്തിൽ എന്നോണം അവർ കർമ്മരംഗത്ത് വർത്തിക്കുന്നു, അത്രയേ ഉള്ളൂ. അല്ലാതെ അവർ കർമ്മത്തെ സത്യമെന്ന് കരുതുന്നില്ല. അതാണ് സത്യം. കർമ്മത്തിന് ജ്ഞാനി ഒരിക്കലും സത്യത്വം കൽപ്പിക്കുന്നില്ല. അവർ നമ്മളെപ്പോലെ ജീവിക്കുന്നില്ലേ? ജ്ഞാനികൾ ഈ തത്വം പ്രസംഗിച്ച് നടക്കുന്നില്ലേ? ആത്മതത്വത്തെ പലർക്കും പറഞ്ഞു കൊടുക്കുന്നില്ലേ? ജ്ഞാനികൾക്ക് നല്ലതുപോലെ അറിയാം. പറയുന്ന ഞാനും കള്ളം, കേൾക്കുന്ന എൻ്റെ മുന്നിലിരിക്കുന്ന ശ്രോതാക്കളും കള്ളം, ഈ വാക്കുകളും കള്ളം. എന്നാൽ പിന്നെ ഈ പണിക്ക് എന്തിനാ വരുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് വെറും നാടകം. നാടകം എന്തിനാണ് ആളുകൾ നാടകത്തിൽ അഭിനയിക്കുന്നത്? ഉപജീവനമാർഗം എന്നുള്ളത് ഇരിക്കട്ടെ, പ്രൊഫഷണൽസാണ് അങ്ങനെ ജീവിക്കുന്നത്. അമച്വർ ആർട്ടിസ്റ്റുകളുണ്ട്. അമച്വർ എന്ന് പറഞ്ഞാൽ അവർക്ക് വെറും ഒരു തമാശ, അവർ പ്രതിഫലമൊന്നും ചോദിക്കത്തില്ല. നാടകത്തിൽ അഭിനയിക്കുക, ചുമ്മാ ഒന്ന് ഒരു പാട്ടൊക്കെ പാടിയിട്ട് പോകും. അതുപോലെ അമച്വർ പ്ലേയേഴ്സ് ഉണ്ട്. അവർ കാശ് വാങ്ങിക്കത്തില്ല കളിക്കാൻ. അവർക്കതൊരു ഹോബിയാണ്, ഒരു രസം, തമാശ, പൊഴുതുപോക്ക്. തമിഴിൽ പൊഴുതുപോക്കെന്ന് പറഞ്ഞാൽ ടൈം പാസ്. മറ്റേ തിന്നുന്ന സാധനമല്ല, അതിനും ടൈം പാസ് എന്നാണ്. അതായത് ഒന്നും ഇല്ലാത്തപ്പോൾ തിന്നോളം എന്നാണ് അവന്മാർ പറയുന്നത്. ഒന്നും ചെയ്യാൻ, ട്രെയിനിലും ബസ്സിലും ഒക്കെ യാത്ര ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല, ഈ ടൈം പാസ് വാങ്ങിച്ചിട്ട് കുറിച്ചുകൊണ്ടിരിക്കുകയാണ്. കുർക്കുറേ എടാ, യാത്ര ചെയ്യുമ്പോഴെങ്കിലും ഒന്ന് തിന്നാതിരി. ഈ വായെന്ന് പറയുന്നത് നിരന്തരം പ്രവർത്തിക്കുന്ന ഒരു ഗ്രൈൻഡറാണ്. അരച്ചുകൊണ്ടേയിരിക്കും. ഗ്രൈൻഡറേ, മാവൊക്കെ ആട്ടുന്ന ഗ്രൈൻഡറില്ലേ, അതുപോലെ വാക്കകത്ത് ഇങ്ങനെ ഓരോ സാധനങ്ങൾ നിക്ഷേപിച്ചു കൊണ്ടിരിക്കും. പല്ലിങ്ങനെ അതിനെ ചവച്ച് അരച്ചരച്ച് മാവ് പരുവത്തിലാക്കി ഉള്ളിലേക്ക് തള്ളിവിട്ടുകൊണ്ടേയിരിക്കും. മിണ്ടാതിരിക്കുന്നില്ല. തിന്നാതിരിക്കാൻ പറ്റുന്നില്ല മനുഷ്യന്. മിണ്ടാതെയും ഇരിക്കാൻ പറ്റുന്നില്ല, തിന്നാതെയും ഇരിക്കാൻ പറ്റുന്നില്ല. എവിടെയെങ്കിലും അല്പസമയം കിട്ടിക്കഴിഞ്ഞാൽ ഉടൻ തീറ്റയാണ്. അത് പറഞ്ഞാൽ ഇങ്ങനെ കാട് കയറിപ്പോയി. ഇപ്പം തന്നെ കാട് കയറിപ്പോയി കഴിഞ്ഞു. സ്വഭാവനിഷ്ഠാസ്തിഷ്ഠന്തി തേ യത് അവ്യാകൃതാത്മനി മാ തിഷ്ഠന്തി തു വൈതേ യത് അവ്യാവൃത്താഃ പരേ പദേ. പരമപദത്തിൽ നിന്ന് ഒരിക്കലും വ്യതിചലിക്കാതെ നിൽക്കുന്നു ജ്ഞാനികൾ. യതഃ തത്ര വ്യാവർത്യരൂപാന്തര യതസ്തത്ര വ്യാവർത്യരൂപാന്തരാ പ്രസിദ്ധേരവ്യാവൃത്ത അത്യന്ത അഭിന്നായേവ സ്യുഃ ഇത്യർത്ഥ. ജ്ഞാനികൾ ഒരിക്കലും ആത്മാവിൽ നിന്ന് അകന്നു നിൽക്കുന്നില്ല. അവരുടെ സ്ഥിതി എപ്പോഴും ആത്മാവിൽ തന്നെയാണ്. അജ്ഞാനികൾക്ക് അങ്ങനെ നിൽക്കാൻ പറ്റുന്നില്ല. ഒരു മാറ്റത്തിനും വിധേയമാകാത്ത, ഒരു തരത്തിലും പരിണമിക്കാത്ത ആത്മതത്വത്തിൽ തന്നെ ജ്ഞാനി എപ്പോഴും നിലയുറപ്പിച്ചിരിക്കുന്നു. അജ്ഞാനികൾക്ക് വല്ലപ്പോഴും ഒരിക്കൽ ആത്മസ്മരണയുണ്ടാകുന്നു. അവർ ആത്മാവിനെക്കുറിച്ച് ചിന്തിക്കുന്നു. മിക്കവാറും സമയം അവർ ആത്മവിസ്മൃതിയിലാണ് കഴിഞ്ഞുകൂടുന്നത്.
തദൈവ ജഗദിത്യുക്തം ബ്രഹ്മഭാരൂപമാതതം പൂർവാപരപരാമർശാൻ നിപുണം നിപുണാശയാഃ. തദേവ ജഗദിത്യുക്തം ബ്രഹ്മ, തത് ബ്രഹ്മ ജഗത് ഇത്യുക്തം. ആ ബ്രഹ്മം തന്നെയാണ് ജഗത്തായി അജ്ഞാനികൾ, ആ ബ്രഹ്മത്തെ തന്നെയാണ് ജഗത്തായി അജ്ഞാനികൾ കരുതുന്നത്. അജ്ഞാനികൾ ആത്മാവിനെ തന്നെയാണ് ജഗത്ത് എന്ന് പറയുന്നത്. അവർക്ക് കാര്യം മനസ്സിലായിട്ടില്ല. അവർ ജഗത്ത് എന്ന വേറിട്ട ഒന്ന് ഉണ്ട് എന്ന് കരുതിയാണ് അവർ പ്രപഞ്ചത്തെ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. വാസ്തവത്തിൽ ആത്മാവാണ് പ്രപഞ്ചാകാരേണ കാണപ്പെടുന്നത് എന്ന് അവർക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. അതുകൊണ്ട് വസ്തുക്കളിൽ അവരുടെ ബുദ്ധി കുടുങ്ങിപ്പോകുന്നു. വസ്തുക്കളെ, നാമരൂപങ്ങളെ, ആകൃതികളെ സത്യമെന്ന് കരുതുന്നു. അത് തന്നെയാണ് അവിദ്യ അല്ലെങ്കിൽ അജ്ഞാനം. അരൂപമായ സത്യമാണ് ആത്മതത്വം. അതാണ് സകല രൂപങ്ങളുടെയും അധിഷ്ഠാനം എന്ന് മനസ്സിലാക്കിയാൽ അത് തന്നെയാണ് അറിവ്. തദേവ ജഗതിത്യുക്തം ബ്രഹ്മഭാരൂപമാതതം. പ്രകാശസ്വരൂപമായ, അനുഭവസ്വരൂപമായ ബ്രഹ്മം തന്നെയാണ് ജഗത്ത് എന്ന് അറിയപ്പെടുന്നത്. അജ്ഞാനികളുടെ മധ്യത്തിൽ പ്രപഞ്ചം എന്ന പേരിൽ അറിയപ്പെടുന്നത് ഈ ബ്രഹ്മം തന്നെയാണ്. ജ്ഞാനികൾ ഇതിനെ ബ്രഹ്മമായി തന്നെ കാണുന്നു. അതേ ഉള്ളൂ വ്യത്യാസം. പൂർവാപര പരാമർശാത്. അതെന്തുകൊണ്ടാണ് ജ്ഞാനികൾക്ക് മാത്രം ബ്രഹ്മമായി കാണാൻ കഴിയുന്നത്, അജ്ഞാനികൾക്ക് എന്തുകൊണ്ട് ബ്രഹ്മമായി കാണാൻ കഴിയുന്നില്ല എന്ന് ചോദിച്ചാൽ, ജ്ഞാനികൾ പൂർവാപര വിമർശം ചെയ്യുന്നവരാണ്, മുൻപിന്നാലോചിക്കുന്നവരാണ്. ഈ പ്രപഞ്ചം നമ്മൾ സത്യം എന്ന് അല്പം പോലും ചിന്തിക്കാതെ ആ തീരുമാനത്തിൽ എടുത്തു ചാടുകയാണ് ചെയ്യുന്നത്. ജ്ഞാനികൾ അങ്ങനെയല്ല. ഈ പ്രപഞ്ചം എവിടെ നിന്നുണ്ടായി? ഈ പ്രപഞ്ചം ഒരു ദിവസം ഇല്ലാതാവും. ഇത് ഉണ്ടായ ഒന്നാണ് എന്ന് അജ്ഞാനികളും ജ്ഞാനികളും ഒരുപോലെ അംഗീകരിക്കുന്നുണ്ട്. പ്രപഞ്ചം എന്നുള്ളത് ഉണ്ടായ ഒന്നാണ്, ഇല്ലാതിരുന്നിട്ട് ഉണ്ടായ ഒന്നാണ് എന്ന് ജ്ഞാനികളും അജ്ഞാനികളും ഒരുപോലെ അംഗീകരിക്കുന്നു. അതുകൊണ്ടാണ് അജ്ഞാനികൾ പോലും പ്രപഞ്ചത്തിൻ്റെ ഉദ്ഭവം, ആവിർഭാവം, ഉത്പത്തി അന്വേഷിക്കുന്നത്. ഇത് പണ്ടേ ഉള്ളതാണ് എങ്കിൽ നിങ്ങൾ എന്തിനാണ് ഇതിൻ്റെ ആവിർഭാവം അന്വേഷിക്കുന്നത്? അതിൻ്റെ ആവശ്യമുണ്ടോ? ഇത് ഉണ്ടായ ഒന്നാണ് എന്ന് കരുതുന്നത് കൊണ്ടാണല്ലോ ഇതിൻ്റെ ഉത്പത്തി അന്വേഷിച്ചു പോകുന്നത്. അപ്പോൾ പ്രപഞ്ച അനുഭവം ഇല്ലാതിരുന്ന ഒരവസ്ഥ ഉണ്ടായിരുന്നിരിക്കണം. ആ അവസ്ഥയാണ് ആത്മാവെന്ന് പറയുന്നത്. അപ്പോൾ ഈ ശാസ്ത്രജ്ഞന്മാരെല്ലാം യഥാർത്ഥത്തിൽ അറിഞ്ഞോ അറിയാതെയോ ആത്മാവിനെ അംഗീകരിക്കുന്നവർ തന്നെയാണ്. ആത്മാവിൽ നിന്നാണ് ഈ പ്രപഞ്ചം ഉണ്ടായത് എന്ന് അവർ അംഗീകരിക്കുന്നില്ല. പ്രപഞ്ചത്തിന് ഒരു ഉത്പത്തി ഉണ്ടാവണം. ഇത് എന്നോ ഉണ്ടായ ഒന്നാണ്. അപ്പോൾ ഇത് ഉണ്ടാവുന്നതിന് മുമ്പ് മറ്റൊന്നുണ്ടായിരിക്കണം. അതിനെയാണ് ചിത്തബോധം എന്ന് വേദാന്തം പറയുന്നത്. പക്ഷേ ശാസ്ത്രജ്ഞന്മാർക്ക് ആ ബോധം എന്നുള്ളത് എന്താണെന്നറിയില്ല. അവർക്ക് ഉപനിഷത് വാക്യങ്ങളിൽ വിശ്വാസവുമില്ല. ഋഷിമാരെ അവർ അല്പം പോലും അംഗീകരിക്കുകയും ചെയ്യുന്നില്ല. അതുകൊണ്ട് പ്രപഞ്ചത്തിൻ്റെ ഉത്പത്തി അവർ കാണാൻ ശ്രമിക്കുന്നു. പ്രപഞ്ചം ശൂന്യതയിൽ നിന്നുണ്ടാവാൻ പറ്റില്ലല്ലോ. ശൂന്യതയിൽ നിന്ന് എന്തെങ്കിലും പൊന്താൻ പറ്റുമോ? ശുദ്ധ ശൂന്യം, അബ്സല്യൂട്ട് നത്തിങ്നെസ്, അതിൽ നിന്ന് ഒന്നും ഉണ്ടാവാൻ പറ്റില്ല. ഈ പ്രപഞ്ചം ഉണ്ടായ ഒന്നാണ് എന്ന് കരുതുന്നത് കൊണ്ടാണ് ഇതിൻ്റെ ഉത്പത്തി അല്ലെങ്കിൽ സ്രോതസ് ശാസ്ത്രജ്ഞന്മാർ അന്വേഷിക്കുന്നത്. ആ സ്രോതസ് ഒരിക്കലും ശൂന്യമാവാൻ പറ്റില്ല. കാരണം ശൂന്യതയിൽ നിന്ന് ഒന്നും ഉണ്ടാവാൻ പറ്റില്ല. ശൂന്യതയല്ലാത്ത ഉണ്മ സ്വരൂപമായ ഒന്ന്, അത് എന്ത് പണ്ടാരമായിക്കോട്ടെ, നിങ്ങൾ അതിനെ എന്ത് പേര് പറഞ്ഞ് വിളിച്ചാലും ശരി, അങ്ങനെ ഒരു സദ്വസ്തു, ഉണ്മ സ്വരൂപമായിട്ടുള്ളത്, അസ്തിത്വം സ്വരൂപമായിട്ടുള്ള ഒന്ന് ഉണ്ടായിരുന്നേ പറ്റൂ. അതിൽ നിന്ന് പൊന്തിയതാണ് ഈ പ്രപഞ്ചം. ആ ഉറവിടത്തെ കണ്ടെത്തിയാൽ പ്രപഞ്ച ജീവിതത്തിൽ നിന്നുണ്ടാവുന്ന
സകല പ്രശ്നങ്ങളും തീരും. അതിനെ അറിയാൻ ശ്രമിക്കാതെ പ്രപഞ്ചത്തിൽ ശ്രദ്ധ പതിപ്പിച്ചാൽ, ദ്വൈതത്തെ സത്യമെന്ന് കരുതി ജീവിച്ചാൽ ജീവിതം 4 അക്ഷരമുള്ള ഒരു വാക്കിൽ ഒതുങ്ങും. ആ 4 അക്ഷരമാണ് കട്ടപ്പുക. അവസാനം എല്ലാം ഇവിടുന്ന് വിട്ടിട്ട് പോകണം. പിടിച്ചടക്കിയത്, വെട്ടിപ്പിടിച്ചത്, ബാക്കിയുള്ളവനെ തട്ടിച്ചുണ്ടാക്കിയ പൈസ, കെട്ടിക്കൊണ്ടുവന്ന ഭാര്യ, ഭാര്യയിലുണ്ടായ കുട്ടികൾ, ഇതെല്ലാം ഉപേക്ഷിച്ചിട്ടാണ് ഒരാൾ മരിച്ചു പോകുന്നത്. അവന് ആ മരണവേളയിൽ എന്തെങ്കിലും സ്വസ്ഥതയുണ്ടാവുമെന്ന് നമുക്ക് കരുതാൻ പറ്റുമോ? മരണമെന്ന് പറയുന്നത് അതിദയനീയമായ ഒരവസ്ഥയാണ്. അത് വേണ്ടാന്നുണ്ടെങ്കിൽ, ഞാൻ മരിക്കരുത് എന്നുണ്ടെങ്കിൽ അതിനെന്താ വഴി? താൻ മരിക്കാത്ത ആത്മാവാണ് എന്നറിയണം. ആ അറിവ് നേടണം. അതാണ് നമ്മെ അമരന്മാരാക്കി തീർക്കുന്നത്. അല്ലാതെ മരണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ സാധ്യമല്ല. തന്നെ ഒരു വ്യക്തിയായി, ആ വ്യക്തിക്ക് ഒരു ശരീരമുള്ളതായി കരുതി ജീവിച്ചാൽ ആ ശരീരത്തിൽ നിന്ന് പ്രാണൻ ഒരു ദിവസം പിരിയും. അപ്പോൾ എന്തെന്നില്ലാത്ത ദുഃഖമുണ്ടാകും, ഭയമുണ്ടാകും. മരണദുഃഖത്തെക്കാളും മരണഭയമാണ് നമ്മെ ഏറെ പീഡിപ്പിക്കുന്നത്. മരണദുഃഖം മരണവേളയിൽ അനുഭവിച്ചാൽ മതി. മരണഭയം ജീവിതം മുഴുവൻ നമ്മുടെ ഒപ്പം ഉണ്ടാവും. ഞാൻ മരിച്ചു പോവും, അയ്യോ ചത്തുപോവും. ഞാൻ മരിക്കുന്നില്ല. അമരമായ ആത്മതത്വമാണ് ഞാൻ. ആത്മാവിന് ജനന മരണങ്ങൾ ഇല്ല. അതാണ് പ്രപഞ്ചത്തിൻ്റെ അധിഷ്ഠാനം എന്ന് വ്യക്തമായി അഹം ബ്രഹ്മാസ്മി എന്ന മഹാവാക്യത്തിൻ്റെ പൊരുൾ നല്ലപോലെ ചിന്തിച്ച് ഒരാൾ ഉറപ്പിക്കുമെങ്കിൽ അയാൾക്ക് മരണഭയം ഉണ്ടാവാൻ സാധ്യതയില്ല. സാധ്യതയില്ല എന്നല്ല, ഉണ്ടാവില്ല. ഉറപ്പാണ്, നിശ്ചയം, തീരുമാനം. ഞാൻ മരിക്കുന്നില്ല. ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ആ ഉറപ്പ് നേടിയവരെയാണ് നമ്മൾ തത്വദർശികൾ, ജ്ഞാനികൾ എന്നൊക്കെ വിളിക്കുന്നത്. അവർക്ക് പറ്റുമെങ്കിൽ നമുക്കെന്തുകൊണ്ട് പറ്റിക്കൂടാ? എന്തുകൊണ്ട് നമുക്കത് നേടിക്കൂടാ? ഭൂമാനന്ദ സ്വാമികൾ പറയും, അവരും നമ്മെപ്പോലെ അമ്മിഞ്ഞ പാല് കുടിച്ച് വളർന്നവരാണ്. ഒരമ്മയുടെ ഗർഭകോശത്തിൽ 10 മാസം കഴിഞ്ഞ്, അല്ലെങ്കിൽ അതിനേക്കാളും കുറഞ്ഞ കാലയളവ്, 9 മാസമോ 8.5 മാസമോ ഒക്കെ, സിസേറിയൻ ആണെങ്കിൽ അത് അത്രയും കാലം വെയിറ്റ് ചെയ്യണ്ടല്ലോ. എന്തായാലും ഒരു 8 മാസമൊക്കെ ആവാതെ കുട്ടിയെ പുറത്ത് എടുക്കാനും പറ്റില്ല, ആ കുട്ടി പുറത്ത് വരാനും പോകുന്നില്ല. അങ്ങനെയുള്ള സാധാരണ മനുഷ്യർക്ക്, സാധാരണ മനുഷ്യരാണ് അസാധാരണന്മാരായി തീർന്നത്. ജ്ഞാനികൾ ആരംഭത്തിൽ അജ്ഞാനികളായിരുന്നു എന്നുള്ള വസ്തുത നിങ്ങൾ ഒരിക്കലും മറക്കരുത്. ഈ അജ്ഞാനികളെല്ലാം ഒരിക്കൽ അജ്ഞാനികളായിരുന്നു. അവർക്ക് ജ്ഞാനം നേടാൻ പറ്റുമെങ്കിൽ ഇപ്പോൾ അജ്ഞാനികളായി കഴിയുന്ന നമുക്കും എന്തുകൊണ്ടതായിക്കൂടാ? ആവണം, അത് നേടണം. മനുഷ്യർക്ക് മാത്രമേ അത് സാക്ഷാത്കരിക്കാൻ പറ്റൂ. റോട്ടിൽ കൂടെ പോകുന്ന പട്ടിക്കും പൂച്ചയ്ക്കും ഒന്നുമല്ല ഈ ആത്മസാക്ഷാത്കാരം. അവയും എത്രയോ കാലങ്ങൾക്ക് ശേഷം മനുഷ്യജന്മം എടുക്കുമ്പോഴാണ് ആത്മജ്ഞാനത്തിനുള്ള സാധ്യത തെളിയുന്നത്. നമുക്ക് ആ മനുഷ്യജന്മം ഇപ്പോൾ തന്നെ കൈവന്നിരിക്കുന്നു. അതിനെ വേണ്ടവണ്ണം വിനിയോഗിക്കാതെ മോഹത്തിൽപ്പെട്ട് ജീവിതം അവസാനിപ്പിച്ചാൽ അത് നമ്മുടെ വിഡ്ഢിത്തം എന്ന് മാത്രമേ പറയാൻ കഴിയൂ. പൂർവാപര പരാമർശാൻ നിപുണം നിപുണാശയാഹ. നിപുണാശയാഹ എന്ന് പറഞ്ഞാൽ, അല്ലയോ ബുദ്ധിമാന്മാരെ, സദസ്സിലിരിക്കുന്നവരെ അഭിസംബോധന ചെയ്യുകയാണ്. അല്ലയോ ബുദ്ധിമാന്മാരെ, നിങ്ങൾ പൂർവാപര വിചാരം ചെയ്യണം. പൂർവാപര പരാമർശം എന്ന് പറഞ്ഞാൽ ഒന്നിനെ കണ്ടിട്ട് അത് അപ്പടി സത്യമാണ് എന്ന് അംഗീകരിക്കുന്ന സ്വഭാവം ഇന്നത്തോടുകൂടി, അല്ലെങ്കിൽ ഈ ക്ഷണത്തോടുകൂടി ഉപേക്ഷിക്കണം. എന്തിനേയും വിശകലനം ചെയ്യുന്ന ഒരു മനസ്സ്, ബുദ്ധി നിങ്ങൾക്കുണ്ടാവണം. കണ്ടതിനെയെല്ലാം സത്യമാണ് എന്ന് വിചാരിക്കുന്ന ആ സ്വഭാവത്തെ നിങ്ങൾ ഉപേക്ഷിക്കണം. കണ്ടതിൻ്റെ പുറകിൽ
കാണപ്പെടാത്ത ഒന്നുണ്ട്. എപ്പോഴും നിങ്ങൾ മനസ്സിലാക്കിക്കോളൂ, എന്തിനെയൊക്കെ നിങ്ങൾ കാണുന്നുവോ ആ കാണപ്പെടുന്നവ അല്ലെങ്കിൽ കാഴ്ച, ആ കാഴ്ചയുടെ അപ്പുറത്ത് കാണപ്പെടാത്ത മറ്റൊന്നുണ്ട്. അതാണ് വാസ്തവത്തിൽ സത്യം. ഈ കാഴ്ച കള്ളമാണ്. ആ കാണപ്പെടാത്തത് സത്യമായതുകൊണ്ട്, കാണപ്പെടുന്നതെല്ലാം കള്ളമായതുകൊണ്ട്, അസത്യമായതുകൊണ്ട് നാമരൂപങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിന് പകരം നാമരൂപങ്ങൾക്ക് അധിഷ്ഠാനമായി നാമരൂപങ്ങളുടെ പുറകിൽ നാമരൂപങ്ങളെ കാണുമ്പോൾ കാണപ്പെടാത്തതായി മറ്റൊന്നുണ്ട്. അതാണ് കേവലമായ സത്ത, ബ്രഹ്മം, ബോധം, ആത്മാവ്, ഈശ്വരൻ, ഭഗവാൻ, എന്ത് പേര് വേണമെങ്കിലും, എന്ത് മാങ്ങാത്തൊലി എന്ന് വേണമെങ്കിലും നിങ്ങൾ പറഞ്ഞോളൂ. അതിന് പേരില്ല. അതിന് നിങ്ങൾക്ക് ഏത് വാക്കുകൊണ്ടും സൂചിപ്പിക്കാം. പക്ഷേ അതുമാത്രമേ ഉള്ളൂ. അതുമാത്രമാണ് സത്യം. അതിൽ പൊന്തി മറയുന്ന വെറും ഭ്രമങ്ങളാണ് ഈ നാമരൂപങ്ങളെല്ലാം തന്നെ. അതുകൊണ്ട് പൂർവാപര പരാമർശം ചെയ്യണം, തത്വവിചാരം ചെയ്യണം എന്ന് ചുരുക്കം. യതസ്തത്ര അവ്യാവൃത്താഃ തതസ്തദേവ ജഗന്നേതരദിതി നിപുണം പൂർവാപര പരാമർശാൻ മയോക്തം ഹേ നിപുണാശയാഃ. അവ്യാവൃത്താഃ, ആത്മതത്വത്തിൽ നിന്ന് ഇങ്ങനെ ഒരു പ്രപഞ്ചം യഥാർത്ഥത്തിൽ ഉണ്ടാവാൻ പറ്റില്ല. അത് തന്നെ, അത് തത് എന്ന വാക്കുകൊണ്ട് സൂചിപ്പിക്കപ്പെടുന്നതാണ് ഈ ആത്മാവ്. ആ ആത്മാവ് തന്നെയാണ് പ്രപഞ്ച നാമരൂപങ്ങളായി കാണപ്പെടുന്നത്. അല്ലാതെ ഈ ജഗത്ത് ആത്മാവിൽ നിന്ന് വേറിട്ട ഒന്നല്ല എന്ന് വളരെ നിപുണമായി, എന്ന് പറഞ്ഞാൽ ബുദ്ധിയെ നല്ലതുപോലെ വിനിയോഗിച്ച്, ബുദ്ധിക്ക് നല്ല മൂർച്ചയുണ്ടാക്കി തീക്ഷ്ണ ബുദ്ധി കൊണ്ട് വിശകലനം ചെയ്ത് തീരുമാനിക്കണം എന്ന് ഞാൻ പണ്ടേ പറഞ്ഞു എന്നാണ് വസിഷ്ഠ മഹർഷി പറയുന്നത്. അത്യാശ്ചര്യമനഷ്ടോയം പരമാത് സദനാത് സ്വയം നാനാത്വബുദ്ധ്യാ നാനൈവ ജീവോഹമിതി താമ്യതി. അത്യാശ്ചര്യമനഷ്ടോയം, അത്ഭുതം, എന്തൊരാശ്ചര്യമാണ്! ഈ പ്രപഞ്ചം ഒരിക്കലും നശിക്കുന്നില്ല. പ്രപഞ്ചത്തിനകത്ത് പലതും നശിക്കുന്നത് പോലെ നിങ്ങൾക്ക് തോന്നും. പക്ഷേ മൊത്തത്തിലെടുത്താൽ ഈ പ്രപഞ്ചം എന്നുള്ളത് ഒരിക്കലും നശിക്കുന്നില്ല. കാരണം അത് ആത്മാവാണ്. ഈ പ്രപഞ്ചം ആത്മാവിൽ എന്നും ഉണ്ടാവും. പരിണാമം സംഭവിക്കും, നാമരൂപങ്ങൾ മാറി മാറി വരും. പക്ഷേ ഈ നാമരൂപങ്ങൾ മാറി പുതിയ നാമരൂപങ്ങൾ ഉണ്ടാകുമ്പോൾ ഈ ആകത്തുക, പ്രപഞ്ചം എന്നുള്ള ആകത്തുകയ്ക്ക് ഒരു മാറ്റവും സംഭവിക്കുന്നില്ല. കാരണം ആകത്തുക എന്ന് പറയുന്നത് ഒന്നാണ്. ഒന്നെന്ന് പറഞ്ഞാൽ ബ്രഹ്മം, അദ്വൈതം. അതിൽ വെറുതെ കുറേ ദൃശ്യങ്ങൾ ഇങ്ങനെ പൊന്തി മറയുന്നു. അത് എന്നും അങ്ങനെ തന്നെ നടന്നുകൊണ്ടിരിക്കും. അതിനെ മാറ്റിമറിക്കാൻ ആർക്കും സാധ്യമല്ല. എല്ലാം അതാണെന്ന് അറിയാൻ മാത്രമേ നമുക്ക് കഴിയൂ. അതുകൊണ്ട് ഈ പ്രപഞ്ചം തന്നെ നശിക്കുന്നില്ല എന്നുള്ളത് അത്യാശ്ചര്യം. പരമാത് സദനാത് സ്വയം, പരമമായ ഭവനം, ഉന്നതമായ ആ പരമാത്മ തത്വത്തിൽ വെറുതെ ഉണ്ടായി മറയുന്നവയാണ് പ്രപഞ്ച ദൃശ്യങ്ങൾ. ഇതിനെന്താണ് കാരണം എന്ന് ചോദിച്ചാൽ, നിങ്ങൾ പ്രപഞ്ചത്തിൻ്റെ കാരണം അന്വേഷിക്കുന്നതിന് മുമ്പ് ഞാൻ എന്തുകൊണ്ട് മണ്ടനായിരിക്കുന്നു എന്ന ചോദ്യം ചോദിക്കൂ. എന്തുകൊണ്ട് ഈ പ്രപഞ്ചം ഉണ്ടായി, എങ്ങനെ ഉണ്ടായി? അതിനു പകരം ഞാൻ എന്തുകൊണ്ടാണ് ജ്ഞാനം നേടാത്തത്, ആ ചോദ്യം ചോദിക്കൂ. എന്തുകൊണ്ട് നമുക്ക് ജ്ഞാനം നേടാൻ തോന്നുന്നില്ല? നിങ്ങൾ ഈ പ്രപഞ്ചത്തെ കുറ്റപ്പെടുത്തുന്നു. ഇതെവിടെ നിന്നുണ്ടായി, ആരുണ്ടാക്കി? എന്തുകൊണ്ട് ഞാൻ മണ്ടനായി തന്നെ തുടരുന്നു? ഈ ചോദ്യം എന്തുകൊണ്ട് ചോദിക്കുന്നില്ല? എന്തുകൊണ്ട് ഞാൻ ജ്ഞാനം നേടാൻ പ്രയത്നിക്കുന്നില്ല? ഞാൻ എന്തുകൊണ്ട് പണ്ടത്തെ പോലെ തന്നെ ഇപ്പോഴും ജീവിക്കുന്നു? ആ ചോദ്യം ആരും ചോദിക്കുന്നില്ല. താൻ കേമനാണ് എന്നുള്ള അഹങ്കാരമല്ലേ അതിൻ്റെ പുറകിൽ. എനിക്ക് കുഴപ്പമൊന്നും സംഭവിച്ചിട്ടില്ല, ഞാനാരാ മോൻ അല്ലെങ്കിൽ മോൾ,
ഈ അഹങ്കാരമാണ് ജീവൻ്റെ അധപ്പതനത്തിന് മൂലകാരണം. ഞാൻ അജ്ഞാനിയാണ് എന്നുള്ള സത്യം ആദ്യം അംഗീകരിക്കുക. അതിന് അല്പം ബുദ്ധി വേണം. താൻ മണ്ടനാണെന്ന് മനസ്സിലാക്കാൻ അല്പം ബുദ്ധി വേണം. പരമമണ്ടൻ തന്നെ മണ്ടനാണെന്ന് ഒരിക്കലും അംഗീകരിക്കുകയില്ല. അങ്ങനെ തൻ്റെ വിഡ്ഢിത്തത്തെ അംഗീകരിക്കാതെ ജീവിക്കുന്നവരെല്ലാവരും പരമമണ്ടന്മാരാണ്. ഞാൻ വിഡ്ഢിയാണ് എന്ന് അംഗീകരിക്കുന്നവൻ അവരെക്കാളും ബുദ്ധിമാനാണ്. ആ വിഡ്ഢിത്തത്തെ മാറ്റി, അല്ലെങ്കിൽ ആ അജ്ഞാനത്തെ മാറ്റി ജ്ഞാനം നേടാൻ ശ്രമിക്കുന്നവൻ അതിനേക്കാളും ബുദ്ധിമാനാണ്. അങ്ങനെ ശ്രമിച്ച് ആത്മജ്ഞാനം നേടുന്നവൻ പരമബുദ്ധിമാനാണ്. ഈ നാല് മൂന്നാണ്. പരമമണ്ടൻ, താൻ മണ്ടനാണെന്ന് തിരിച്ചറിയുന്നവൻ, തിരിച്ചറിഞ്ഞിട്ട് അതിനുവേണ്ടി പ്രവർത്തിക്കുന്നവൻ, പ്രവർത്തിച്ച് ലക്ഷ്യം കാണുന്നവൻ. ഈ 4 കൂട്ടരിൽ ഏത് വിഭാഗത്തിൽപ്പെടും നിങ്ങൾ ഓരോരുത്തരും എന്ന് സ്വയം തീരുമാനിക്കുക. തീരുമാനിച്ചിട്ട് വരട്ടെ. പതുക്കെ മതി. ആലോചിച്ച് പറ്റുമെങ്കിൽ ഒരു ലോഡ്ജിൽ റൂം എടുത്തിട്ട്, വീട്ടിൽ ചിലപ്പോൾ ആലോചിക്കാൻ സമയം കിട്ടിയിട്ട് ഭാര്യയും കുട്ടികളും വീട്ടുകാരും ഒക്കെ കാണുമല്ലോ. അതുകൊണ്ട് റൂം പോട്ട് അടിക്കരുതുമല്ലോ തമിഴിൽ. റൂം പോട്ട് അടിക്കരുത്. റൂം എടുത്തിട്ട് അതിനകത്ത് ഒരാളെ ഇരുത്തി അയാൾക്ക് അടി കൊടുക്കുക. റോട്ടിൽ വെച്ച് അടിക്കുന്നതല്ല. ഒരു റൂം വാടകയ്ക്കെടുത്ത് ആരെയാണോ നമുക്ക് അടിക്കേണ്ടത് അയാളെ വിളിച്ചുകൊണ്ട് വന്ന് മുറിക്കകത്ത് കയറ്റി അതിനകത്തിട്ട് നല്ല പൂശുക. അതുപോലെ നിങ്ങൾ റൂം എടുത്തെങ്കിലും ആലോചിക്കുക. റൂം റെൻ്റ് കൊടുക്കേണ്ടി വരും, അത്രയല്ലേ ഉള്ളൂ. ആലോചിക്കുക. നമ്മുടെ ആ വിചാരം എന്നുള്ള ആ പ്രക്രിയയെ ഒരിക്കലും നമ്മൾ ഉപേക്ഷിക്കരുത്. നാനാത്വബുദ്ധ്യാ നാനൈവ ജീവോഹമിതി താമ്യതി. നാനാത്വബുദ്ധിയാണ് ജീവന്മാർക്കുള്ളത്. അവർ പലതിനെ മാത്രമേ എന്നും കാണൂ. അവർക്ക് ഒന്ന് എന്നുള്ള ഭാവത്തെ അംഗീകരിക്കാൻ ബുദ്ധിമുട്ടാണ്. ഒന്ന് എന്ന് കേട്ടാൽ അവർക്ക് വല്ലാത്ത ഒരു അലർജിയാണ്. ഒന്നിനെക്കുറിച്ച് സംസാരിക്കുന്ന സ്ഥലത്തിൽ അവർ വന്നിരിക്കില്ല. വന്നാലും അല്പസമയത്തിനകം എഴുന്നേറ്റ് പോകും. നേരത്തെ ഒരു കൊച്ചു വന്നിരിക്കുന്നു. ഇരിക്കാൻ പറ്റില്ല, ഞെരിവിരി കൊള്ളും. എന്തോ ചെയ്യുന്നു, എണീറ്റ് പോണം. ഇതൊന്നും കേട്ട് മനസ്സിലാകാത്തത് കൊണ്ടല്ല, അവർക്കവിടെ ഇരിക്കാൻ തന്നെ പറ്റുന്നില്ല. എന്തു ചെയ്യും? ചെയ്തു കൂട്ടിയ പാപം. ഇതിനെ കേൾക്കാനുള്ള ഭാഗ്യം പോലും പലർക്കും ലഭിക്കുന്നില്ല. നമുക്ക് കേൾക്കാനെങ്കിലും പറ്റുന്നുണ്ടല്ലോ. നിങ്ങളൊക്കെ ഭാഗ്യവാന്മാരാണ്. ഇടയ്ക്ക് ഉറങ്ങിയാലും അല്പം ഉറങ്ങിയാലും ബാക്കി സമയം നമുക്കിത് കേട്ടോണ്ടിരിക്കാൻ പറ്റുന്നുണ്ടല്ലോ. എണീറ്റ് പോകാൻ ഇല്ലല്ലോ. അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ജോലിയുണ്ട് എന്ന് പറഞ്ഞിട്ട് ഇവിടെ വരാതെ മറ്റ് കർമ്മങ്ങളിൽ നമ്മൾ വ്യാപരിക്കുന്നില്ലല്ലോ. ഇതിലെന്തോ ഉണ്ട്, ഇതിലെന്തോ ഒരു കഴമ്പുണ്ട്. അത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത ഒന്നാണെങ്കിലും ഈ സ്വാമി പറയുന്നതിൽ എന്തോ ഒരു കാര്യമുണ്ട് എന്ന് കരുതുന്നത് കൊണ്ടാണല്ലോ നിങ്ങൾ മറ്റ് ജോലികളെല്ലാം മാറ്റിവെച്ച് ഒരു 1.5 മണിക്കൂർ ഇവിടെ വന്ന് ഇരിക്കുന്നത്. പലർക്കും ഇത് കേട്ടോണ്ടിരിക്കാൻ പോലും പറ്റില്ല. നാനാത്വബുദ്ധ്യാ നാനൈവ ജീവോഹമിതി താമ്യതി. ഞാൻ ജീവനാണ് എന്ന വിചാരത്തിൽ ഈ ജീവന്മാർ തളർന്നു പോകുന്നു. ജീവനാണ് തളർച്ച, ആത്മാവിന് തളർച്ചയില്ല. ഞാൻ ആത്മാവാണെന്ന് അംഗീകരിക്കുന്നവനും തളർന്നു പോവില്ല ജീവിതത്തിൽ. തന്നെ ഒരു വ്യക്തിയായി ജനിച്ചു മരിക്കുന്ന ഒരാളായി കരുതുന്നവനാണ് ജീവിത അവസാനത്തിലെങ്കിലും തളർന്നു പോകുന്നത്. അവനെ മരണഭയം പിടികൂടും. ഏവം ശുദ്ധചിദൈക്യേ പരമാത്മസദനാത് നഷ്ടഃ അപ്രച്യുതഃ അപി അയം ജീവഃ. വാസ്തവത്തിൽ ശുദ്ധ ചൈതന്യം തന്നെയാണ് ഞാനായി പ്രകടമാകുന്നത്. അത് പരമാത്മ ഭവനത്തിൽ നിന്ന് പുറത്തു വന്ന ഒന്നാണ്. അത് ഒരിക്കലും നഷ്ടമാകുന്നില്ല. തൻ്റെ ആത്മഭാവത്തിൽ നിന്ന് അത് ഒരിക്കലും വ്യതിചലിക്കുന്നില്ല. അങ്ങനെ ഇരുന്നിട്ട് കൂടി ഈ ജീവൻ നാനാത്വബുദ്ധി കാരണമായി ഞാൻ ജീവനാണ്
ജീവോഹമിതി യത്താമ്യതി ഗ്ലായതേ തദത്യാശ്ചര്യമിത്യന്വയ. താൻ ആത്മാവായിരുന്നു കൊണ്ട് തന്നെ അജ്ഞാനം കാരണമായി തന്നെ ജീവനാണെന്ന് കരുതുകയും നാനാത്വത്തിൽ ഭ്രമിക്കുകയും ചെയ്യുന്ന ഒരു സ്ഥിതി ജീവനുണ്ടായി, ജീവൻ അങ്ങനെ തളർന്നു പോകുന്നു എന്നുള്ളത് ആശ്ചര്യമല്ല, അത്യാശ്ചര്യമാണ് എന്നാണ് വിശ്വാമിത്രനാണോ വസിഷ്ഠനാണോ ആരായാലും ശരി ജ്ഞാനികൾ പറയുന്നത്. നമുക്ക് ഇവിടെ നിർത്താം. തുടർന്നുള്ള ശ്ലോകങ്ങൾ അടുത്ത ആഴ്ച വായിക്കാം.